Hello everybody, welcome to Joe Talk Football. FA കപ്പിൻ്റെ തേർഡ് റൗണ്ട് പോർട്സ്മത്തുമായിട്ടുള്ള മാച്ച് ഒരു കൺവിൻസിങ് വിക്ടറി തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. അത് തന്നെ കിട്ടുകയും ചെയ്തു. ബട്ട് ഫസ്റ്റ് 5 minutes നമ്മൾ വല്ലാണ്ടങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോർട്സ്മത്തിനെ. അതിനുള്ളത് നമുക്ക് കിട്ടുകയും ചെയ്തു. ഫസ്റ്റ് 5 minutes തന്നെ അവർ ഗോൾ അടിച്ചു. ആൻഡ് തിരിച്ച് നമ്മൾ വിത്തിൻ 10 minutes നമ്മളത് തിരിച്ചു കൊടുത്തു. ബട്ട് ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ. നമ്മൾ ഒരു ടീമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല, ഒരു ടീമിനെ ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. ഫസ്റ്റ് 5 minutes ശരിക്കും ഉറക്കമായിരുന്നു, ഡിഫൻസ് ഉറങ്ങി. ശരിയാണ്, സലീബ ഇല്ലായിരുന്നു. സോ അതിൻ്റെ ആ ഒരു ഇഷ്യൂ ടിംബറും ഇല്ലായിരുന്നു. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വൈറ്റ് ആയിരുന്നു. സെൻട്രൽ ബാക്ക് നോർഗാർഡാണ് കളിച്ചത്, ഗ്യാബ്രിയേൽ ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ബാക്കിൽ നമ്മുടെ MLS ഈവൻ അഗെയിൻസ്റ്റ് പോർട്സ്മത്ത് വളരെ പുവർ പെർഫോമൻസ്, പുവർ ഡിസ്പ്ലേ ആയിരുന്നു ഫ്രം MLS. ഞാൻ MLS-ൻ്റെ ഒരു വലിയൊരു ഫാനായിരുന്നു കഴിഞ്ഞ സീസൺ. ബട്ട് ഈ സീസണിലേക്ക് വരുമ്പം പെർഫോം ചെയ്യാത്തപ്പോൾ പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയേണ്ടത് ആസ് എ ഫാൻസ് നമ്മുടെ ഒരു കടമ തന്നെയാണ്. സോ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചേ പറ്റും. മേ ബി ഇംഗ്ലണ്ട് സ്ക്വാഡിൽ എങ്ങനെ ഇടം കണ്ടെത്തണം എന്നുള്ള ആ ഒരു പ്രഷർ മേ ബി ഇറ്റ്സ് ഗെറ്റിംഗ് ഓൺ ടു ഹിം എന്നുള്ള ഒരു ആണോ, ഐ ഡോണ്ട് നോ. എനിക്ക് മനസ്സിലാകാത്ത അതാണ്. ഇത്രയും നല്ല പെർഫോം ചെയ്ത ഒരു പ്ലെയർ എങ്ങനെ ഈ സീസണിൽ ഇത്രയും മോശം പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നു എന്ന് ഇറ്റ്സ് റിയലി കൺഫ്യൂസിങ് ആൻഡ് ബാഫ്ലിങ് അറ്റ് ദ സെയിം ടൈം. സോ ഓക്കെ, അത് വിടും. അങ്ങനെ നമ്മൾ 1-1 തിരിച്ചു വരുന്നു. പിന്നെ നമ്മുടെ സെറ്റ് പീസ് അറിയാലോ, സെറ്റ് പീസിൻ്റെ മൂവ് കൊണ്ടാണ് മാർട്ടിനെല്ലിയുടെ ഹാട്രിക്ക് ആൻഡ് ജേസൂസിൻ്റെ ഒരു അടിപൊളി അളന്ന് മുറിച്ച ക്രോസ്, നമ്മുടെ സാക്ക കൊടുക്കേണ്ട പോലത്തെ ക്രോസൊക്കെയാണ് നമ്മുടെ ജേസൂസ് ഇന്ന് മാർട്ടിനെല്ലിക്ക് ഫീഡ് ചെയ്തത്. ഓവറോൾ ഇറ്റ് വാസ് എ ബ്രില്യൻ ഗെയിം, ബ്രില്യൻ ഡിസ്പ്ലേ ഫ്രം മാർട്ടിനെല്ലി. മാർട്ടിനെല്ലിയുടെ ആ ഫസ്റ്റ് ഹെഡർ എടുത്ത് പറയണം, വേൾഡ് ക്ലാസ് ഹെഡർ. ആ ഒരു ഷാർപ്നെസ്സും ആ ഒരു ടാർഗറ്റിങ്ങും എല്ലാം ക്ലിയർ ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു. ആ ഹെഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വേണം ആ ബോൾ പോകാൻ, ഇങ്ങനെ അത് ഗോളാവും എന്നുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഗെറ്റിംഗ് ഇറ്റ് ഓൺ ടാർഗറ്റ് സമ്മതിച്ചേ പറ്റൂ. സോ മിഡിലേക്ക് വരുമ്പോൾ ആസ് എ വെനിയറി ഡിഡ് ഓക്കെ ബട്ട് നോട്ട് ഗ്രേറ്റ്. പിന്നെ മെറീനോ. ഫ്രണ്ടിലേക്ക് വരുമ്പം ജേസൂസ്, മാർട്ടിനെല്ലി, നോനിയുടെ നമ്മുടെ അടിപൊളി ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു. ഏറ്റവും പോലെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി അറ്റ് ഇറ്റ് സ്പീക്ക്. എന്താണ് അത് കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ് വാസ് എ വെരി പുവർ പെനാൽറ്റി. ഇനി മേലെ പെനാൽറ്റി എടുക്കാൻ അർട്ടറ്റ ഇനി നോനിനെ ഏൽപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഒരു ഹൊറിബിൾ പെനാൽറ്റി. അപ്പോഴേ 3-1 എന്നുള്ള കംഫർട്ടബിൾ ലീഡിലേക്ക് വരേണ്ടതാണ്. ഇറ്റ് വാസ് എഗെയിൻ ടേക്കിംഗ് ഇറ്റ് ടു ഈസി. ആ പോർട്സ്മത്ത് അല്ലേ, ഞാൻ ഐ ആം എ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന പ്ലെയർ, ഐ ക്യാൻ ഈസിലി ഒരു ടേക്കിംഗ് ഇറ്റ് ഈസി, അത് ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിവേ, നോനിയുടെ ഓവറോൾ ഗെയിം അത്ര മോശമൊന്നും അല്ലായിരുന്നു. ഇറ്റ് വാസ് ഓക്കെ. ബട്ട് വെൻ ഇറ്റ് മാറ്റേഴ്സ്, നോട്ട് ഡെലിവറിങ്. ജോക്കറൈസ് ഓൺ ദ ബെഞ്ചിലാണ് ഗെയിം സ്റ്റാർട്ടാവുന്നത്. സോ ജേസൂസും അത്യാവശ്യം നന്നായിട്ടാണ് പെർഫോം ചെയ്തത്, ഒരു അസിസ്റ്റ്. ഓവറോൾ ലെറ്റ്സ് സേ ഓക്കെ, എക്സെപ്റ്റ് ദ ഫസ്റ്റ് 10 minutes നമ്മൾ ഓവറോൾ വി കൺട്രോൾ ദ ഗെയിം, വി വോൺ ദ ഗെയിം. ആൻഡ് താങ്ക്സ് ടു നമ്മുടെ സെറ്റ് പീസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇനി അങ്ങോട്ട് പോകും തോറും നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ടീംസിനെ ഇറക്കിയാലേ നെക്സ്റ്റ് ഇതിലേക്ക് പ്രോഗ്രസ് ആവും. അല്ലാതെ ഇമാതിരി അങ്ങ് വീക്കാക്കി ഇറക്കി കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ഇൻഡിക്കേഷനാണ് ഇന്നത്തെ ഗെയിം. നെക്സ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാലോ, ചെൽസിയുമായിട്ടാണ്. വെനസ്ഡേ ആണ് മാച്ച് ചെൽസിയുമായിട്ട്. സോ ദാറ്റ്സ് കാരബാओ കപ്പ് സെമി ഫൈനൽ ഫസ്റ്റ് ലെഗ്. 2 ലെഗിലായിട്ടാണ് കളി. വെരി ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ ഗെയിം. എന്തായാലും ഒരു സ്ട്രോങ് 11 ആയിരിക്കും ആ ഗെയിമിൽ ഇറക്കാൻ പോകുന്നത്. സോ അതിൻ്റെ പ്രിവ്യൂ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച് ഗായ്സ്, ടേക്ക് കെയർ.